ശ്രീ പദ്ധതിയോടുള്ള എതിർപ്പ് ശക്തമായി തുടരാൻ സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചു. സർക്കാർ തീരുമാനത്തിലെ ആശങ്ക മന്ത്രിസഭാ യോഗത്തിൽ സിപിഐ മന്ത്രിമാർ അറിയിച്ചിരുന്നു. ശ്രീയിലൂടെ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കാനാണ് നീക്കമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. സേഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സേഫ്, ഈ വിഷയത്തിൽ സിപിഐയുടെ നിലപാട് എന്താണ് എന്ന് നമുക്കറിയാവുന്നത് തന്നെയാണ്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണല്ലേ? ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിൽ ഈ വിഷയം ഉണ്ടായിരുന്നില്ല, അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ മന്ത്രി കെ രാജൻ ഈ വിഷയം മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഉന്നയിച്ചത് അജണ്ടകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം വിഷയം ഉന്നയിക്കുന്നത്. അദ്ദേഹം സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് 2 തവണ മന്ത്രിസഭാ യോഗം മാറ്റിവെച്ച വിഷയമാണ്. പിന്നീട് ഇപ്പോൾ അത് നടപ്പാക്കും എന്ന തരത്തിലുള്ള മാധ്യമ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിനകത്ത് പാർട്ടി എന്ന നിലയിൽ സിപിഐക്ക് വലിയ ആശങ്ക ഉണ്ട്. ആ ആശങ്ക പരിഗണിക്കണം എന്നുള്ള നിലപാട് അദ്ദേഹം കൃത്യമായി തന്നെ വ്യക്തമാക്കി. പക്ഷേ മന്ത്രിമാർ ആരെങ്കിലും മറുപടി പറയാൻ തയ്യാറില്ല. മുഖ്യമന്ത്രിയും മറുപടി വേണ്ടി തയ്യാറായില്ല. ഇന്ന് രാവിലെ അതിനുശേഷം സെക്രട്ടേറിയറ്റ് യോഗവും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും ചേർന്നിരുന്നു. 2 യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു. ഇതിൽ നിലപാടിൽ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകേണ്ടതില്ല. ഇത് നടപ്പാക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ശക്തമായി തന്നെ എതിർക്കണം എന്നുള്ള ആവശ്യം എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉയർന്നു വരികയും അങ്ങനെ തന്നെ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെ സംസ്ഥാന കൗൺസിൽ യോഗം നടക്കുമ്പോഴും സമാനമായ നിലപാടായിരിക്കും ഉയർന്നു വരിക.